morning to all. നമുക്ക് പ്രാർത്ഥനയോടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ മൂന്നാമത്തെ മൊഡ്യൂളാണ് നോക്കുന്നത്, സെക്കൻഡറി മാർക്കറ്റ്. അതിൻ്റെ രണ്ടാമത്തെ മൊഡ്യൂളിൻ്റെ കുറച്ച് ഭാഗം എടുക്കാനുണ്ട്, അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുത്തു തരാം കേട്ടോ. മൂന്നാമത്തെ മൊഡ്യൂൾ നോക്കുക, സെക്കൻഡറി മാർക്കറ്റ്. സെക്കൻഡറി മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് വെയർ എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ് ഓഫ് കമ്പനീസ് ആർ ട്രേഡഡ്. സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റാണ്. അവിടെ എന്താ, എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റി, ഓൾറെഡി ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള സെക്യൂരിറ്റീസ് കച്ചവടം നടത്തുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, സെക്കൻഡറി മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഇസ് എ സ്റ്റോക്ക് മാർക്കറ്റ് വെയർ ഷെയർസ് ആൻഡ് ബോണ്ട്സ് ആൻഡ് അതർ സെക്യൂരിറ്റീസ് ആർ ബ്രോഡ് ആൻഡ് സോൾഡ്. അതായത് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ആണ്. അവിടെ എന്ത് ചെയ്യുന്നു, ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയർസ് ആണെങ്കിലും ബോണ്ട്സ് ആണെങ്കിലും അതുപോലെ അതിന് തതുല്യമായിട്ടുള്ള സെക്യൂരിറ്റീസ് ഒക്കെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സെക്കൻഡറി മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. The secondary market assists the operations associated with the primary market. അതായത് സെക്കൻഡറി മാർക്കറ്റ് ആരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അസിസ്റ്റ് ചെയ്യാൻ അല്ലേ. സെക്കൻഡറി മാർക്കറ്റ് എപ്പോഴും എന്ത് ചെയ്യുന്നു, പ്രൈമറി മാർക്കറ്റിനെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന മാർക്കറ്റാണ് ഇത് സെക്കൻഡറി മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. ഇത് പ്രൊവൈഡ് ലിക്വിഡിറ്റി ആൻഡ് മാർക്കറ്റബിലിറ്റി ടു ദ സെക്യൂരിറ്റീസ് വിച്ച് ആർ ഇഷ്യൂഡ് ഇൻ ദ പ്രൈമറി മാർക്കറ്റ്. അതുപോലെ തന്നെ പ്രൈമറി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസിന് ലിക്വിഡിറ്റി പൊസിഷൻ അതുപോലെ തന്നെ മാർക്കറ്റബിലിറ്റി കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ആത്യന്തിക ലക്ഷ്യം. സെക്കൻഡറി മാർക്കറ്റ് കൺസിസ്റ്റ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഡിപ്പോസിറ്ററീസ്, പാർട്ടിസിപ്പൻസ് ഇൻ ദ മാർക്കറ്റ് ലൈക്ക് ബ്രോക്കേഴ്സ് എക്സെട്ര. അതുപോലെ തന്നെ സെക്കൻഡറി മാർക്കറ്റിൽ എന്തൊക്കെ ഉൾക്കൊള്ളുന്നു, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഡിപ്പോസിറ്ററീസ്, പാർട്ടിസിപ്പൻസ്, ബ്രോക്കേഴ്സ്, ഈ പറയുന്ന ആൾക്കാരൊക്കെ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്, സെക്കൻഡറി മാർക്കറ്റിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിടിയോ, സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് പ്രൈമറി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന മാർക്കറ്റാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. നേരത്തെ ഇഷ്യൂ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ആണ് ഇവിടെ കച്ചവടം നടത്തുകയും വിൽക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുന്നത്. പ്രൈമറി മാർക്കറ്റിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഡിപ്പോസിറ്ററീസ് ആൻഡ് പാർട്ടിസിപ്പൻസ്, ബ്രോക്കേഴ്സ് ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത്. ഇനി പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ. ഇറ്റ് ഈസ് എ മാർക്കറ്റ് വെയർ ന്യൂ സെക്യൂരിറ്റീസ് ആർ ഇഷ്യൂഡ് ടു ദ പബ്ലിക്. പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റ് തന്നെയാണ്. അവിടെ എന്ത് ചെയ്യുന്നു, പുതിയ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റാണ് ഇത് പ്രൈമറി മാർക്കറ്റ് എങ്കിൽ. സെക്കൻഡറി മാർക്കറ്റ് തന്നെ, ഇറ്റ് ഈസ് എ മാർക്കറ്റ് വെയർ ഓൾറെഡി ഇഷ്യൂഡ് സെക്യൂരിറ്റീസ് ആർ ട്രേഡഡ്. അതായത് പ്രൈമറി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് കച്ചവടം നടത്തുന്ന മാർക്കറ്റാണ് ഇത് സെക്കൻഡറി മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് കോൾഡ് എ ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ പ്രൈമറി മാർക്കറ്റിനെ എന്തെന്ന് വിളിക്കുന്നു, ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്ന് വിളിക്കുന്നു. സെക്കൻഡറി മാർക്കറ്റിനെ കോൾഡ് ഓൾഡ് ഇഷ്യൂ മാർക്കറ്റ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സെക്കൻഡറി മാർക്കറ്റിനെ ഓൾഡ് ഇഷ്യൂ മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് വിളിക്കുന്നു. ഇനി അടുത്ത മൂന്നാമത്, there is no geographical location for primary market. പ്രൈമറി മാർക്കറ്റിന് പ്രത്യേകിച്ച് ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ, സ്ഥലപരിമിതികളൊന്നും തന്നെയില്ല. എന്നാൽ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞാലോ, മാർക്കറ്റ് കവേഴ്സ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് അതർ പ്ലേസസ് വെയർ ട്രേഡിംഗ് ഫെസിലിറ്റീസ് ആർ അവൈലബിൾ. എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിരിക്കും, അല്ലെങ്കിൽ കച്ചവടം നടത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ കച്ചവടം നടത്തുന്നതിന് കൂടുതൽ ഫ്ലെക്സിബിൾ ആയിട്ട് അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് വേണം, അവൈലബിൾ ആയിട്ടുള്ള പ്ലേസ് അത്യാവശ്യമാണ്. ഇനി അടുത്തത്, സെക്യൂരിറ്റീസ് ആർ ഇഷ്യൂഡ് ബൈ ലിസ്റ്റഡ് ഓർ അൺലിസ്റ്റഡ് കമ്പനീസ്. ലിസ്റ്റ് ചെയ്തിട്ടുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള സെക്യൂരിറ്റീസ് ഇവിടെ കച്ചവടം നടത്താം. എന്നാൽ സെക്കൻഡറി മാർക്കറ്റിലോ സെക്യൂരിറ്റീസ് ഓഫ് ലിസ്റ്റഡ് കമ്പനീസ് ആർ ഓൺലി ട്രേഡഡ് ഹിയർ. ഇവിടെ കച്ചവടം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, വാങ്ങലും വിൽക്കലും ഒക്കെ നടക്കണം എന്ന് വരെങ്കിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് മാത്രമേ ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പനികളുടെ മാത്രം ഷെയർസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇവിടെ ഡീലിങ്സ് നടത്തുന്നുള്ളൂ. സെക്യൂരിറ്റീസ് ആർ ഇഷ്യൂഡ് ബൈ ദ കമ്പനി ടു ഇൻവെസ്റ്റേഴ്സ്. ഇവിടെ എന്ത് ചെയ്യുന്നു, സെക്യൂരിറ്റീസ് കമ്പനീസ് ആർക്ക് ഇഷ്യൂ ചെയ്യുന്നു, ഇൻവെസ്റ്റേഴ്സിന് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നു. ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആർ ട്രേഡഡ് ബൈ ഇൻവെസ്റ്റേഴ്സ്. ഇവിടെ എന്താ ചെയ്യുന്നത്, ലിസ്റ്റ് ചെയ്യപ്പെട്ട സെക്യൂരിറ്റീസ് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്ന പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. കിട്ടിയോ, പ്രൈമറി മാർക്കറ്റിൽ സെക്യൂരിറ്റീസ് കമ്പനി എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റേഴ്സിന് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നു. ഇപ്പുറത്തോ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആർക്ക് കൊടുക്കുന്നു, ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്ന പ്രോസസ്സാണ് സെക്കൻഡറി മാർക്കറ്റിൽ നടക്കുന്നത്. ഇനി അടുത്ത ലാസ്റ്റ്, ദിസ് മാർക്കറ്റ് ഈസ് യൂസ്ഡ് ബൈ ദ ഇഷ്യൂവേഴ്സ് ഫോർ റൈസിംഗ് ക്യാപിറ്റൽ. പ്രൈമറി മാർക്കറ്റ് കൂടുതലായിട്ടും എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, ക്യാപിറ്റൽ റൈസ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഉയർത്തിക്കൊണ്ട് വരുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പുറത്തോ ഇൻവെസ്റ്റേഴ്സ് ട്രേഡ് ഫോർ ലിക്വിഡിറ്റി ആൻഡ് ഫോർ മേക്കിംഗ് പ്രോഫിറ്റ്. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന്റെ ലിക്വിഡിറ്റി പൊസിഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ലാഭക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്, സെക്കൻഡറി മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. ഇനി അടുത്തത് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് refers to an organized market in which listed securities and debentures of companies can be purchased and sold.
അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസ്ഡ് മാർക്കറ്റാണ്. ഇവിടെ എന്ത് ചെയ്യുന്നു? ഓൾറെഡി ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഷെയർസ് അല്ലെങ്കിൽ ഡെബഞ്ചേഴ്സ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് വിളിക്കുന്നത്. ഇവിടെ കിട്ടിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു വിപണിയാണ്. ഇവിടെ എന്ത് ചെയ്യുന്നു? ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഷെയർസും ഡെബഞ്ചേഴ്സും മാത്രം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. In addition to the second-hand securities and debentures of public companies, stock exchange also deals with the government securities and bonds and debentures issued by the municipal bodies and port trust, etc. അതുപോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റീസ് നമുക്കറിയാം, പ്രൈമറി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് ആണ് ഇവിടെ ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താ സെക്കൻഡ് ഹാൻഡ് ഷെയർസ് അല്ലെങ്കിൽ ഡെബഞ്ചേഴ്സ് ആണ് ആരുടെ? പബ്ലിക് കമ്പനീസിന്റെ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിട്ടുള്ള ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്റെയോ ബോൺസിന്റെയോ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, ബോൺസ്, ഡെബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ ദ മുനിസിപ്പൽ ബോഡീസ്, പോർട്ട് ട്രസ്റ്റ് ഒക്കെ ഇവരൊക്കെ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഈ പറയുന്ന സെക്യൂരിറ്റീസും ഇവിടെ ഡീൽ ചെയ്യാറുണ്ട്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഡീൽ ചെയ്യാറുണ്ട്. ഇനി അടുത്തത് ദ കൺസെപ്റ്റ്. Securities Contract Act 1956 defines a stock exchange as any body of individuals whether incorporated or not, constituted for the purpose of assisting, regulating or controlling the business of buying, selling or dealing in securities. അതായത് 1956 സെക്യൂരിറ്റി കോൺട്രാക്ട് അനുസരിച്ച് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണ് നമ്മുടെ നിർവചിച്ച് വെച്ചിരിക്കുന്നത്, അല്ലെ, ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. എനി ബോഡി ഓഫ് ഇൻഡിവിജ്വൽ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഏതെങ്കിലും ഒരു ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ആകാം. വെദർ ഇൻകോർപ്പറേറ്റഡ് ഓർ നോട്ട്, അത് ഇൻകോർപ്പറേറ്റ് ചെയ്യുവോ അല്ലാത്തതോ ആകാം. എന്നാൽ ഇത് നിലനിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദ പർപ്പസ് ഓഫ്, ഈ പറയുന്ന പർപ്പസിന് വേണ്ടിയിട്ട് അത് നിലനിൽക്കുന്നു അല്ലെങ്കിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഇതിന് വേണ്ടിയിട്ടാണ് അസിസ്റ്റിംഗ്, റെഗുലേറ്റിംഗ് ഓർ കൺട്രോളിംഗ് ദ ബിസിനസ് ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഡീലിംഗ് ഇൻ സെക്യൂരിറ്റീസ്. എന്നാ സെക്യൂരിറ്റീസ്, ബിസിനസിന്റെ സെക്യൂരിറ്റീസ് വാങ്ങുക, വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാനോ അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടോ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ നിലനിൽക്കുന്നതിനെയാണ് ഇന്ന് വിളിക്കുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് വിളിക്കുന്നത്. The above definition make it clear that the stock exchange are the institution organized for the providing necessary facilities to carry on the trading in securities. മോളി പറഞ്ഞിരിക്കുന്ന ഡെഫിനേഷൻ വായിച്ചാൽ നമുക്ക് എന്ത് മനസ്സിലാകും? സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്നു, അല്ലേ? സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതൊരു സ്ഥാപനമാണെന്ന് മനസ്സിലാകും. ഓർഗനൈസ്ഡ് ഫോർ, എന്തിന് രൂപകൽപ്പന ചെയ്യുന്നു? പ്രൊവൈഡിങ് നെസസറി ഫെസിലിറ്റീസ് ടു ക്യാരി ഓൺ ട്രേഡിംഗ് ഇൻ സെക്യൂരിറ്റീസ്. അതുപോലെ എന്നെ ഇവിടെ പറഞ്ഞേക്കുന്നത് സെക്യൂരിറ്റീസ് കച്ചവടം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സഹായം വേണമെങ്കിൽ ആ സഹായം ചെയ്തു കൊടുക്കുന്ന സ്ഥാപനമായിട്ടാണ് ആരെ പരിഗണിക്കുന്നത്? സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ പരിഗണിക്കുന്നത്. ഇനി അടുത്തത് റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഫങ്ഷൻസ് ഫസ്റ്റ് നോക്കി. റെഡി ആൻഡ് കണ്ടിന്യൂസ് മാർക്കറ്റ് ഫോർ സെക്യൂരിറ്റീസ്. എനിബഡി ക്യാൻ ബൈ ഓർ സെൽ സെക്യൂരിറ്റീസ് ഇൻ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡ്യൂറിംഗ് ബിസിനസ് അവേഴ്സ്. എന്നാ അവിടെ പറഞ്ഞേക്കുന്നത്? ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം? ബിസിനസിന്റെ അവേഴ്സിൽ സെക്യൂരിറ്റീസ് വാങ്ങുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യാം. By providing ready market for the stocks and shares in enables investors to realize cash quickly. അതുപോലെ തന്നെ എന്താ എപ്പോഴും ഇവർക്ക് എന്ത് ചെയ്യുന്നു? മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ പൈസയുടെ ആവശ്യം എപ്പം വരുന്നു, ക്യാഷിന്റെ ആവശ്യം എപ്പം വരുന്നു, അവർക്ക് എന്ത് ചെയ്യാം? സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഷെയർസ് വിറ്റുകൊണ്ട് അവർക്ക് ക്യാഷ് നേടിയെടുക്കാൻ പറ്റുന്നതാണ്. രണ്ടാമത്തെ വൈഡർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സെക്യൂരിറ്റീസ്. When securities are quoted in all stock exchange, it attracts the investors from different parts of the country. എന്നാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ സെക്യൂരിറ്റീസ് അംഗീകൃത സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ അത് രാജ്യത്ത് ഇങ്ങോളമുള്ള എല്ലാ ഇൻവെസ്റ്റേഴ്സിനും അതിലേക്ക് കൂടുതൽ അട്രാക്റ്റ് ആകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിലേക്ക് സ്വാധീനിക്കുന്നതിന് ഇത് സഹായിക്കുന്നു. പിന്നെ മൂന്നാമത്തെ മൊബിലിറ്റി ആൻഡ് ചാനലൈസേഷൻ ഓഫ് ക്യാപിറ്റൽ. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡയറക്ട് ദ ഫ്ലോ ഓഫ് സേവിംഗ് ഇൻ ടു മോസ്റ്റ് പ്രൊഡക്റ്റീവ് ആൻഡ് പ്രോഫിറ്റബിൾ ചാനൽ. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എപ്പോഴും എന്തിനേക്ക് നയിക്കുന്നു? ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ചാനലിലേക്ക് നമ്മുടെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിലേക്ക് നയിക്കുന്നു. The market quotations for different securities give a wide publicity. അങ്ങനെ പല സെക്യൂരിറ്റീസിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൊട്ടേഷൻ നടത്തുമ്പോൾ എന്തായിരിക്കും? കൂടുതലായിട്ട് പബ്ലിസിറ്റി നേടിയെടുക്കുന്നതിന് ഇത് സഹായിക്കുന്നു. This will help the investors to invest in profitable companies. ഇത് ആ ഇൻവെസ്റ്റേഴ്സിനെ നിക്ഷേപകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ലാഭക്ഷമതയുള്ള കമ്പനിയിലേക്ക് അല്ലെങ്കിൽ കമ്പനിയുടെ സെക്യൂരിറ്റീസിലേക്ക് നമുക്ക് നമ്മുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നു.
സച്ച് കമ്പനീസ് ക്യാൻ റേസ് അഡീഷണൽ ക്യാപിറ്റൽ ബൈ ഫ്രഷ് ഇഷ്യൂ. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സംഭവത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം അഡീഷണൽ ആയിട്ട് അല്ലെ കൂടുതലായിട്ട് ക്യാപിറ്റൽ നേടിയെടുക്കുന്നതിനും ഒക്കെ ഇത് സഹായിക്കാറുണ്ട്. അടുത്ത നാലാമത്തെ സേഫ്റ്റി ഓഫ് ക്യാപിറ്റൽ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻവെസ്റ്റേഴ്സ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസ് ആർ മെയ്ഡ് പബ്ലിസി അണ്ടർ വെൽ ഡിഫൈൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. നമുക്കറിയാം സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ട്രാൻസാക്ഷൻസ് എപ്പോഴും എങ്ങനെയായിരിക്കും അതിൻ്റെതായ കുറച്ചധികം നിയന്ത്രണങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ. അന്നെങ്കിലും മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ലിസ്റ്റ് ചെയ്യപ്പെടുള്ളൂ അല്ലേ. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് അത് എന്തായിരിക്കും, ദ ഫാക്ടർ എൻഷുവേഴ്സ് ദ സേഫ്റ്റി ആൻഡ് ഫയർ ഡീലിംഗ്സ് ടു ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിന് നല്ല രീതിയിൽ അല്ലെ കാപട്യങ്ങളൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ അവരെ വഞ്ചിക്കാതെ നല്ല രീതിയിൽ ട്രാൻസാക്ഷൻസ് നടത്തുന്നതിന് ഇത് അവരെ സഹായിക്കും. പിന്നെ അഞ്ചാമത്തെ ഇവാലുവേഷൻ ഓഫ് സെക്യൂരിറ്റീസ്. ഫ്രീ ഇന്റർപ്ലേ ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സ് ഈസ് പോസിബിൾ ഇൻ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. എന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത് ഡിമാൻഡ് സപ്ലൈ ഫോഴ്സ് അല്ലെ ഫ്രീ ആയിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഡീലിംഗ്സ് നടത്തുന്നതിന് ഇത് സഹായിക്കുന്നു. ദിസ് വിൽ ബ്രിങ് ഫോർത്ത് ദ കറക്റ്റ് ഇവാലുവേഷൻ ഓഫ് സെക്യൂരിറ്റീസ്. ഇങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ആർട്ടിഫിഷ്യലായിട്ട് ഡിമാൻഡ് സപ്ലൈ ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ സെക്യൂരിറ്റീസിൽ കറക്റ്റ് ആയിട്ട് വാല്യുവേഷൻ നടത്തുന്നതിന് ഇത് സഹായിക്കുന്നു. ദ വാല്യുവേഷൻ ഈസ് മെയ്ഡ് ഓൺ ദ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ഇൻകം ഏർണിംഗ് പ്രോസ്പെക്ടസ് ഓഫ് ദ എന്റർപ്രൈസസ്. അതുപോലെ തന്നെ ഈ ഇവാലുവേഷൻ നടത്തുന്നത് എങ്ങനെയായിരിക്കും, പ്രസന്റും ഫ്യൂച്ചറിലും ഉള്ള അവരുടെ ഏണിങ്സിനെ അല്ലെ വരുമാന മാർഗത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് ഓരോ എന്റർപ്രൈസസിന്റെയും സെക്യൂരിറ്റീസിനെ നമ്മൾ വാല്യൂ ചെയ്യുന്നത്. The valuation are widely published by the newspapers and trade journals. ഈ വാല്യുവേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് ഏതെങ്കിലും പബ്ലിഷ്ഡ് ആയിട്ടുള്ള ന്യൂസ് പേപ്പേഴ്സിലോ അല്ലെങ്കിൽ ട്രേഡ് ജേർണൽസിലോ ഒക്കെ ഇത് പബ്ലിഷ് ചെയ്യുന്നു. ദിസ് വിൽ എനേബിൾസ് ദ ഇൻവെസ്റ്റർ ടു അസർട്ടൈൻ ദ വാല്യൂ ഓഫ് ഹിസ് ഹോൾഡിംഗ്. അത് ഇൻവെസ്റ്റേഴ്സിനെ സഹായിക്കുന്നു. അവനവൻ്റെ ഹോൾഡിങ്സ് അല്ലെങ്കിൽ നമ്മുടെ കൈവശമുള്ള സെക്യൂരിറ്റീസിന്റെ വാല്യുവേഷൻ എങ്ങനെയാണ്, കൂടുതലാണോ കുറവാണോ മീഡിയം ആണോ എന്നൊക്കെ കറക്റ്റായിട്ട് വാല്യൂ ചെയ്യുന്നതിന് ഇത് അവരെ സഹായിക്കുന്നു. ഇനി അടുത്ത ആറാമത്തെ റെഗുലേഷൻ ഓഫ് കമ്പനി മാനേജ്മെന്റ്. The companies which want to get their securities listed in stock exchange will have fulfilled the certain conditions like furnishing the various returns and financial statement. എന്നോട് പറഞ്ഞേക്കുന്നത് അതുപോലെ തന്നെ എന്തിനു സഹായിക്കുന്നു, കമ്പനിയുടെ മാനേജ്മെന്റ് ഭരണകാര്യങ്ങളോ എല്ലാം കൃത്യമായിട്ട് നിയന്ത്രിച്ച് നിർത്തുന്നതിന് ഇത് സഹായിക്കുന്നു. The companies which want to get their securities listed in stock exchange will have to fulfill certain conditions. എന്നെ അവിടെ പറഞ്ഞേക്കുന്നത് കമ്പനികളുടെ ഷെയർസ് അംഗീകൃത സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഫുൾഫിൽ certain conditions. അവർ കൃത്യമായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന കുറച്ചധികം നിബന്ധനകൾ ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ ഫർണിഷിംഗ് വേരിയസ് റിട്ടേൺസ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അതുപോലെ തന്നെ അവരുടെ വരുമാന മാർഗങ്ങൾ അല്ലെങ്കിൽ പ്രതിഫലങ്ങൾ എത്രയാണെന്നും അതുപോലെ തന്നെ അവർ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുകയും ചെയ്തിരിക്കണം. This factor safeguard the interest of the investing public and also regulate the company management. ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ സേഫ് ഗാർഡായിട്ട് അല്ലെ അവരുടെ സംരക്ഷകനായിട്ട് പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ കമ്പനി മാനേജ്മെന്റിനെ നിയന്ത്രിച്ച് നിർത്തുന്ന ഒരു ഫാക്ടറായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ദിസ് ഈസ് ദ മോട്ടിവേഷൻ ഫോർ ദ കമ്പനീസ് ഇംപ്രൂവ് ദ പെർഫോമൻസ്. അതുപോലെ തന്നെ ഇത് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ എന്താ, കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു മോട്ടിവേഷൻ ഫാക്ടറാണ്. കാരണം അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഫാക്ടറായിട്ട് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നു. ഇനി ഏഴാമത്തെ barometer of business progress. Boom and depressions are reflected in the by index prices of the various securities maintained by stock exchange. നമുക്കറിയാം എന്താ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് മേക്കപ്പ് ചെയ്യുന്നത് വഴി ഡിപ്രഷനിലും അതുപോലെ തന്നെ ബൂം സമയത്തും ഒക്കെ ഉണ്ടാകുന്ന ഓരോ സെക്യൂരിറ്റീസിന്റെയും സൂചിക അല്ലെ ഏറ്റക്കുറച്ചുകൾ കൃത്യമായിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണാൻ സാധിക്കുന്നു. ബൈ അനലൈസിംഗ് ദ അപ്പ് ആൻഡ് ഡൗൺസ് ഓഫ് മാർക്കറ്റ് കൊട്ടേഷൻസ് കോസ് ഫോർ ദ ചേഞ്ചസ് ഇൻ ദ ബിസിനസ് ക്ലൈമറ്റ് ക്യാൻ ബി അസർട്ടൈൻഡ്. അതുപോലെ തന്നെ ഈ വേരിയേഷൻസ് അല്ലെ അപ്പ് ആൻഡ് ഡൗൺസ് ഏറ്റക്കുറച്ചിലുകൾ കൃത്യ മാർക്കറ്റ് കൊട്ടേഷൻസിലുള്ള അല്ലെങ്കിൽ സെക്യൂരിറ്റീസിന്റെ വിലയിലുള്ള ഈ അപ്പ് ആൻഡ് ഡൗൺസ് ഉയർച്ചകളും താഴ്ചകളും ഒക്കെ കൃത്യമായിട്ട് എന്തൊക്കെയാണ് അതിന്റെ കാരണമെന്നും അതുപോലെ തന്നെ ബിസിനസ് ഏത് രീതിയിലാണ് അവരുടെ സെക്യൂരിറ്റീസ് ഏത് രീതിയിലാണോ കൂടുതലാണോ കുറവാണോ മീഡിയം ആണോ അല്ലെ ബിസിനസ് ഏത് രീതിയിൽ നിലനിൽക്കുന്നു എന്നൊക്കെ കൃത്യമായിട്ട് ഇൻവെസ്റ്റേഴ്സിന് മനസ്സിലാക്കാനുള്ള ഒരു നല്ലൊരു മാർഗം കൂടിയാണിത്. ഇനി അടുത്ത എട്ടാമത്തെ ഹെൽപ്പ് ടു ബാങ്ക്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഹെൽപ്പ് ദ ബാങ്ക് ടു മെയിൻറ്റെയിൻ ലിക്വിഡിറ്റി ബൈ ഇൻക്രീസിംഗ് ദ വാല്യൂ ഓഫ് ഈസിലി മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. എന്നവിടെ പറഞ്ഞിരിക്കുന്നത് എളുപ്പത്തിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഉള്ളതുകൊണ്ട് തന്നെ എന്താ ലിക്വിഡിറ്റി പൊസിഷൻ നിലനിർത്തുന്നതിന് ഇത് സഹായിക്കും. ഒൻപതാമത്തെ ഫെസിലിറ്റീസ് ഫോർ സ്പെക്കുലേഷൻ. സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഊഹക്കച്ചവടം. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എൻകറേജ് ദ ഹെൽത്തി സ്പെക്കുലേഷൻ ആൻഡ് പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി ടു ഷെയർ ദ ബിസിനസ്മാൻ ടു സ്പെക്കുലേറ്റ് ആൻഡ് റീപ് ദ പ്രോഫിറ്റ്. അതുപോലെ തന്നെ എന്താ
സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താ ആരോഗ്യപരമായിട്ടുള്ള ഊഹ കച്ചവടങ്ങൾ അല്ലെങ്കിൽ കച്ചവടങ്ങളൊക്കെ നടത്തുന്നതിനും അതുപോലെ തന്നെ ബിസിനസ്മാന് എന്താ ഏറ്റവും നല്ല സ്ഥിതി അല്ലെങ്കിൽ ബിസിനസ്മാന്റെ കച്ചവടം നടത്താനുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മേഖല ഏതാണെന്നും സമയം ഏതാണെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിനും അതുപോലെ തന്നെ പരമാവധി ലാഭം നേടിയെടുക്കുന്നതിനും ഒക്കെ ഇത് ബിസിനസ്മാനെ സഹായിക്കും. അടുത്തത് ഏജൻസി ഫോർ ക്യാപിറ്റൽ ഫോർമേഷൻ. സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ക്രിയേറ്റിംഗ് ഹാബിറ്റ് ഓഫ് സേവിംഗ്, ഇൻവെസ്റ്റിംഗ് ആൻഡ് റിസ്ക് ബിയറിംഗ് എമംഗ്സ്റ്റ് ദ ഇൻവെസ്റ്റിംഗ് പബ്ലിക്. എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ക്യാപിറ്റൽ ഫോർമേഷന് ഒരു ഏജൻസി ആയിട്ട് ഇത് പ്രവർത്തിക്കുന്നു അല്ലേ. സ്റ്റോക്ക് എക്സ്ചേഞ്ച് കുറെ അവസരങ്ങൾ അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻവെസ്റ്റേഴ്സിന്റെ സേവിംഗ് ഹാബിറ്റ് വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴി അല്ലേ റിസ്ക് ബിയറിംഗ് സെക്യൂരിറ്റീസ് ഒക്കെ വഴി എന്താ ഓരോ റിസ്കിന്റെ തോതനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും? കൃത്യമായിട്ട് പ്രോഫിറ്റ് അതിന് ആനുപാതികമായിട്ട് കിട്ടും അല്ലേ. കൂടുതലായിട്ട് റിസ്ക് ഉള്ളതാണെങ്കിൽ കൂടുതലായിട്ട് ലാഭം കിട്ടും, കുറവാണെങ്കിൽ അതിനനുസരിച്ച് ലാഭം കിട്ടുള്ളൂ. അപ്പം സേവിംഗ് ഹാബിറ്റ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും റിസ്ക് മോഡറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അതുപോലെ തന്നെ പരമാവധി ലാഭം നേടിയെടുക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ളൊരു നല്ലൊരു മാർഗ്ഗം കൂടിയാണ്, അല്ലെങ്കിൽ നല്ലൊരു ഏജൻസിയും കൂടിയാണ് ഇത്. This mobilization of fund to cooperative securities will definitely foster the industrial growth. ഇതുപോലെ നല്ല രീതിയിൽ അല്ലെ ഫണ്ടുകൾ കോപ്പറേറ്റീവ് സെക്യൂരിറ്റീസിന്റെ ഫണ്ടുകൾ മൊബിലൈസ് ചെയ്യുന്നത് വഴി എന്താ ഇൻഡസ്ട്രി വ്യവസായപരമായിട്ടുള്ള ഒരു വളർച്ചയ്ക്കും ഇത് സഹായിക്കുന്നു. ഇനി അടുത്തത് സ്പീഡിംഗ് സപ്ലൈ ഓഫ് ലോങ് ടേം ഫണ്ട്. Whenever an investor needs money, he can sell his share in the market. എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ എന്തുണ്ട്? ഇൻവെസ്റ്റ്മെന്റ് അല്ലെ സെക്യൂരിറ്റീസ് ഉണ്ട്. അപ്പൊ എപ്പോഴാണോ അവർക്ക് ക്യാഷിന് ആവശ്യം വരുന്നത് അവരെന്ത് ചെയ്യുന്നു? ആ സമയത്ത് സെക്യൂരിറ്റീസ് വിൽക്കുന്നു. There will always be a buyer to buy them. അതുപോലെ തന്നെ എപ്പം വിറ്റാലും അതിനെന്തുണ്ട്? അത് വാങ്ങിക്കാനുള്ള ആൾക്കാരുണ്ട് എന്നുള്ളതാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രത്യേകത. ഇനി അടുത്തത് ആക്ട് ആസ് എ ക്ലിയറിംഗ് ഹൗസ് ഓഫ് ബിസിനസ് ഇൻഫർമേഷൻ. Because of the important economic functions performed by stock exchange, it has been referred to as a market where business is carried on. അതുപോലെ തന്നെ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നതിന് ഡേ ടു ഡേ ബേസിസിൽ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നതിന് എന്തൊക്കെ ഇൻഫർമേഷൻ വേണം അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്ലിയറിംഗ് ഹൗസ് ആയിട്ട് ആര് പ്രവർത്തിക്കുന്നു? സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുന്നു. ഇനി അടുത്ത സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ. എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് ആൻ ഓർഗനൈസ്ഡ് മാർക്കറ്റ് ഫോർ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ലിസ്റ്റഡ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്. നമുക്കറിയാം സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏകീകൃത വിപണിയാണ്. ഇവിടെ എന്ത് ചെയ്യുന്നു? ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് വാങ്ങാനും വിൽക്കാനും ഉള്ള ഒരു വേദിയാണ് എന്നറിയപ്പെടുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് അറിയപ്പെടുന്നത്. ഇൻ ഇന്ത്യ ദ ഫസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വാസ് സ്റ്റാർട്ടഡ് ഇൻ 1875 in Bombay under the name Native Share and Stock Brokers Association of Company. എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യയിലെ ഫസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് നിലയിൽ വന്നു? 1875 ബോംബെയിൽ നിലയിൽ വന്നു. ഇതിന്റെ ആദ്യത്തെ പേരെന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? നാറ്റീവ് ഷെയർ ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ഓഫ് ബോംബെ എന്നായിരുന്നു. ലേറ്റർ ദിസ് കം ടു ബി നോൺ ആസ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. പിന്നെ അത് ഏത് പേരിൽ അറിയപ്പെട്ടു? BSE അല്ലെ, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന പേരിൽ അറിയപ്പെട്ടു. Presently, there are 6 organized stock exchange in India. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ 6 അംഗീകൃത സ്റ്റോക്ക് എക്സ്ചേഞ്ച് എവിടെയുണ്ട്? ഇന്ത്യയിലുണ്ട്. സെക്ഷൻ 2 subsection F of the Securities Contract Regulation Act defines recognized stock exchange is a stock exchange which is for the time being recognized by the central government under the section 4. എന്നാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? സെക്ഷൻ 2 അനുസരിച്ച് അല്ലേ, സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് അനുസരിച്ച് അംഗീകൃത സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? കൃത്യസമയത്ത് അല്ലെ സെൻട്രൽ ഗവൺമെന്റിന്റെ ആക്ട് പ്രകാരം സെക്ഷൻ 4 പ്രകാരം രൂപീകൃതമാകുന്ന സ്ഥാപനങ്ങളെയെല്ലാം നമുക്ക് എന്തെന്ന് വിളിക്കാം? റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് വിളിക്കാവുന്നതാണ്. സെബി is empowered under the section 4 to grant recognition to the stock exchange. അതുപോലെ തന്നെ സെബിക്ക് അംഗീകാരം കൊടുത്തിട്ടുണ്ട് അല്ലെ, സെക്ഷൻ 4 അനുസരിച്ച് എന്താ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ആക്കാനുള്ള അംഗീകാരം ആർക്ക് കൊടുത്തിട്ടുണ്ട്? സെബിക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ദ 2 മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ ആർ NSE ആൻഡ് BSE. ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് NSEയും PSEയും. ഫസ്റ്റ് NSE എന്ന നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. NSE was incorporated in 1992 in Bombay as a move to professionalized Indian capital market. എന്നാണ് പറഞ്ഞിരിക്കുന്നത്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് വന്നു 1992 ബോംബെയിൽ നിലവിൽ വന്നു. ഇതിനു വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിനെ കൂടുതലായിട്ട് പ്രൊഫഷണലൈസ് ആക്കുക എന്നുള്ളതാണ് അതിന്റെ ആത്യന്തിക ലക്ഷ്യം. It got the recognition in 1993 and started functioning of 1994. എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അംഗീകാരം കിട്ടിയത് 93-ലും അതുപോലെ തന്നെ ഫംഗ്ഷൻസ് സ്റ്റാർട്ട് ചെയ്തത് 94-ലും ആണ്.
In 1995 it becomes the largest stock exchange in the country. 1995 ആയപ്പോഴത്തേക്കും നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിട്ട് ആര് മാറി? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാറി. It provides the national wide trading facility with the access to investors all over the country. അതുപോലെ തന്നെ എന്താ നാഷണൽ വൈഡ് അല്ലെ ദേശവ്യാപകമായിട്ട് കച്ചവടം നടത്താനുള്ള ഫെസിലിറ്റി ഈ സ്ഥാപനം കൊടുത്തു. അതുപോലെ തന്നെ എന്താ രാജ്യത്തെമ്പാടുമുള്ള എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഇതുവഴി ഡീലിംഗ്സ് നടത്താനുള്ള അനുവാദവും കിട്ടി. It has an automated screen-based trading system using computers and modern technologies to make quotations more transparent. അതുപോലെ തന്നെ എന്താ ഇത് ഓട്ടോമേറ്റഡ് സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ എന്താ ഏറ്റവും സുതാര്യമായിട്ട് അല്ലേ കമ്പ്യൂട്ടേഴ്സും അതുപോലെ തന്നെ അത്യാധുനിക രീതിയിലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഏറ്റവും സുതാര്യമായിട്ട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന രീതിയിലേക്ക് ഇത് ഉയർത്തപ്പെട്ടു. അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത്. In 2000 NSE commenced ഇന്റർനെറ്റ് ട്രേഡിംഗ് ആൻഡ് ഡെറിവേറ്റീവ് ട്രേഡിംഗ്. അതുപോലെ തന്നെ 2000 ആയപ്പോഴത്തേക്ക് എന്താ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇന്റർനെറ്റ് ട്രേഡിങ്ങും ഡെറിവേറ്റീവ് ട്രേഡിങ്സും ഒക്കെ നടത്താൻ തീരുമാനിച്ചു. അല്ലെങ്കിൽ ആ രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. The main objective of National Stock Exchange is to ensure comprehensive national wide securities trading facilities to investors. അതുപോലെ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ കോംപ്രഹെൻസീവ് ആയിട്ട് സമഗ്രമായിട്ട് ദേശവ്യാപകമായിട്ട് എന്ത് ചെയ്യാം ഇൻവെസ്റ്റേഴ്സിനെ കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കച്ചവടത്തിനെ സഹായിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. It accomplishes this through automated screen-based trading and automated post-trade clearing and settlement facilities. അതിനുവേണ്ടി അവർ എന്ത് ചെയ്യുന്നു ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്ന സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റവും അതുപോലെ തന്നെ പോസ്റ്റ് ട്രേഡ് ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെന്റ് ഫെസിലിറ്റീസും ഒക്കെ ഇതിന് വേണ്ടിയിട്ട് അവർ അഡോപ്റ്റ് ചെയ്തു. ഏതിനു വേണ്ടിയിട്ട് ഈ ദേശത്തെമ്പാടുമുള്ള എല്ലാ ഇൻവെസ്റ്റേഴ്സിനും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഈ ഇതുമായിട്ട് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് കച്ചവടം അല്ലെങ്കിൽ ഡീലിങ്സ് നടത്തുന്നതിന് വേണ്ടിയിട്ട്. ഇനി അടുത്തത് മാനേജ്മെന്റ് ഇതിന്റെ ഭരണകാര്യങ്ങൾ. IDBI, ICICI, IFCI, GIC, LIC, SBI, etc. are the promoters of National Stock Exchange. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പ്രൊമോട്ടേഴ്സ് ആരൊക്കെയാണ്? ഈ പറയുന്ന സ്ഥാപനങ്ങളെ എല്ലാം നമ്മൾ എന്തെന്ന് വിളിക്കുന്നു നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പ്രൊമോട്ടേഴ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. IDBI is the lead promoter. ഇതിലെ ലീഡ് പ്രൊമോട്ടർ എന്ന് അറിയപ്പെടുന്ന ആരാ? IDBI ആണ്. കീ പോളിസി ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അതുപോലെ തന്നെ ഇതിന്റെ കീ പോളിസി ഡിസിഷൻസ് അതായത് മർമ്മപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ആരാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഓപ്പറേഷൻ ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ദ എക്സിക്യൂട്ടീവ് കമ്മിറ്റി. അതുപോലെ തന്നെ പ്രവർത്തനപരമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ആരാണ്? എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആണ്. ഇനി അടുത്തത് ഫംഗ്ഷനിങ് അവരുടെ പ്രവർത്തന രീതികൾ. ദ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റ് ഈസ് എ ഫുള്ളി ഓട്ടോമേറ്റഡ് സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം. നമുക്കറിയാം ഇതെങ്ങനെയായിരിക്കും ഓട്ടോമാറ്റിക്കലി പ്രവർത്തിക്കുന്ന സ്ക്രീൻ ബേസ് ചെയ്തിട്ടായിട്ടുള്ള കച്ചവട സംവിധാനമാണ് ഇവിടെ കൂടുതലായിട്ട് നടക്കുന്നത്. കൊട്ടേഷൻസ് ആർ കം ഓൺ ദ സ്ക്രീൻ. കോഡ്സുകളൊക്കെ വരുന്നത് എന്ത് ചെയ്യുന്നു? സ്ക്രീനിൽ കൃത്യമായിട്ട് തെളിയുന്നു. എനിബഡി ക്യാൻ സിറ്റ് ഇൻ എനി സിറ്റി ആൻഡ് ക്യാൻ ബി ലോഗ്ഡ് ഇൻ ദ സിസ്റ്റം ആൻഡ് ക്യാൻ ട്രേഡ്. അതുപോലെ തന്നെ ആർക്ക് വേണമെങ്കിലും എവിടെ ഇരുന്നുകൊണ്ട് വേണമെങ്കിലും ഈ കൊട്ടേഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ സിസ്റ്റംസ് മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യാം കച്ചവടം നടത്തുകയോ നടത്താതിരിക്കുകയോ വാങ്ങലും വിൽക്കുകയോ ഒക്കെ നടത്തുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. There is only the one stock exchange and all other centers are electronically connected the main exchange. എന്നാണ് പറഞ്ഞിരിക്കുന്നത്? മെയിനായിട്ട് ഒരു എക്സ്ചേഞ്ച് കാണും, അതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് ബാക്കി എല്ലാവരും തന്നെ പ്രവർത്തിക്കുന്നത്. ഇനി അടുത്തത് ഓപ്പറേഷൻസ് ഓഫ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓപ്പറേഷൻസ് ഓഫ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആർ ഡിവൈഡഡ് മെയിൻലി ഇൻടു 2 segments. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ നമുക്ക് അതിന്റെ പ്രവർത്തന രീതി അനുസരിച്ച് 2 സെഗ്മെന്റുകളായിട്ട് തരംതിരിക്കാം. ഹോൾസെയിൽ ഡെപ്റ്റ് മാർക്കറ്റ് സെഗ്മെന്റും ക്യാപിറ്റൽ മാർക്കറ്റ് സെഗ്മെന്റും. പ്രവർത്തന രീതി അനുസരിച്ച് ഇതിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാ? ഹോൾസെയിൽ ഡെപ്റ്റ് മാർക്കറ്റ് എന്നും അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റ് സെഗ്മെന്റ് എന്നും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിന്റെ ക്ലാസിഫിക്കേഷൻ വിത്ത് എക്സ്പ്ലനേഷൻ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പം 3ാമത്തെ മൊഡ്യൂളാണ് നമ്മൾ തുടങ്ങിയത്. ജെയ്സസ് സാർ എടുത്തുകൊണ്ടിരുന്ന ടോപ്പിക്കാണ് കേട്ടോ. ജെയ്സസ് സാറിന് ഫസ്റ്റ് BCom ചാർജ് കിട്ടിയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാനാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഇത് വീഡിയോ കാണുക, നോട്ട് പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് എൻ്റെ പേഴ്സണൽ വാട്സാപ്പ് അക്കൗണ്ടിലോട്ട് സെൻഡ് ചെയ്ത് തരുമ്പോൾ നിങ്ങളുടെ പേരും കൂടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് എനിക്ക് വിളിച്ചു ചോദിക്കുകയോ മെസ്സേജ് അയക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.